ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എ ന്യൂ വ്ളോഗ്. സംഭവം ഒരു ഡിന്നർ ഡേറ്റിന് പോവുകയാണ് കേട്ടോ. ഒരു ഡിന്നറിന് പോവുകയാണ് ഹസ്ബൻഡിൻ്റെ കൂടെ. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വ്ളോഗ്, ഡിന്നർ ഡേറ്റിൻ്റെ ഒരു ഗെറ്റ് റെഡി കൂടി ചെയ്യാമെന്ന് വെച്ചു. പ്രത്യേകിച്ചൊരു പരിപാടിയൊന്നുമില്ല, ഞാൻ ഇങ്ങനെ ബോറടിച്ചിരിക്കുമായിരുന്നു. അപ്പം എന്നാലും തുടങ്ങാം. ഞാൻ ഫസ്റ്റ് ഫേസൊക്കെ ക്ലെൻസ് ചെയ്തു, നല്ല രീതിയിൽ ഫേസ് വാഷ് ചെയ്തിട്ടൊക്കെ ഫ്രഷ് ആയിരിക്കുകയാണ്. നമ്മൾ വേറൊരു ഔട്ടിങ് കഴിഞ്ഞിട്ട് വന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം അതുകൊണ്ട് ഫേസൊക്കെ അത്യാവശ്യം ഡള്ളായിരുന്നു. അപ്പം ഞാൻ ക്ലെൻസ് ചെയ്തു നല്ലോണം. ഫസ്റ്റ് തന്നെ ചെയ്യുന്നത് അതെ ഒരു ടോണർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടോണർ ഞാൻ ശരിക്കും ഫുള്ള് ടോണർ അടിച്ചു കൊടുക്കുന്നുണ്ട്. ടോണർ യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് ഫേസിലേക്ക് നല്ല രീതിയിൽ മാറ്റം തോന്നുന്നുണ്ട്. അപ്പം ഞാൻ ടോണർ ഇപ്പോൾ എപ്പോഴും മുടക്കാറില്ല കേട്ടോ. അപ്പോൾ ടോണർ ഫസ്റ്റ് ബേസ് ആയിട്ട് എപ്പോഴും കൊടുക്കാറുണ്ട്. ഇത് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുന്നപ്പോൾ ഇത് ഒന്ന് കുറച്ച് അബ്സോർബ് ആയതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്നത് ഒന്ന് അബ്സോർബ് ആയാൽ മതി. പിന്നെ യൂസ് ചെയ്യുന്നത് ഞാൻ പ്ലമ്മിൻ്റെ ഒരു സീറമാണ്, നയാസിനമൈഡ് സീറം. ഇതും ഇതേപോലെ ആക്നിക്ക് ബെസ്റ്റ് സംഭവമാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഫേസ് അടിപൊളിയാവാറുണ്ട് കേട്ടോ. സീറം വേറെ എവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ സീറം അത്യാവശ്യം അബ്സോർബായി. അതിനുശേഷം നമ്മൾ യൂസ് ചെയ്യുന്നത് മോയ്സ്ചറൈസറാണ്. മസ്റ്റ് ഹാവ് സംഭവമാണ് മോയ്സ്ചറൈസർ. ഇപ്പോൾ നമ്മൾ ടോണറും വേറെ ഒന്നും ഇട്ടില്ലെങ്കിലും ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലോണം ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ മോയ്സ്ചറൈസർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം നമ്മുടെ ആ ഒരു ഹൈഡ്രേറ്റ് ചെയ്ത് നമ്മുടെ സ്കിൻ നല്ലോണം ഹൈഡ്രേറ്റ് ചെയ്ത് നിർത്തും, നല്ല ഫ്രഷ്നെസ് കീപ്പ് ചെയ്യും. അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ന്യൂട്രിഡേമിൻ്റെ തീരാറായി അടിപൊളി മോയ്സ്ചറൈസറാണ് കേട്ടോ. കുറച്ചെടുത്താൽ മതി. ഞാൻ ഇതും ഇതേപോലെ ചില സമയത്ത് മടിയായി കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഫേസ് വാഷ് ചെയ്തിട്ട് മോയ്സ്ചറൈസർ മാത്രം ഞാൻ യൂസ് ചെയ്യും. മോയ്സ്ചറൈസർ യൂസ് ചെയ്തു. ഇതാണ് ഞാൻ ബേസായിട്ട് കൊടുക്കുന്നത്. ഇത് 3 ഇട്ട് കഴിഞ്ഞാൽ തന്നെ നൈറ്റ് എവിടെയെങ്കിലും ഔട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ വേറെ ഒന്നും വേണമെന്നില്ല. ഓക്കെ, നല്ല രീതിയിൽ അബ്സോർവ് ആവുന്നവരെ ഒന്ന് അതിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി ഞാൻ യൂസ് ചെയ്യുന്നത് നൈറ്റ് ക്രീം കുറച്ചിട്ട് കൊടുത്താൽ മതി. ഞാൻ ഇതിന് മുമ്പ് ചെയ്തൊരു വീഡിയോയിൽ നല്ല ട്രോള് കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറേ വാരി വലിച്ച് തേക്കുന്നൊന്നുമല്ല, ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം തേച്ചതേ ഉള്ളൂ. പുട്ടിയൊന്നുമല്ല കേട്ടോ ഇത്. നമ്മുടെ സ്കിന്നിന് തന്നെ നല്ലതാണ്. അപ്പോൾ അതെ ക്രീമും ഇട്ട് കൊടുത്തു. ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ കേട്ടോ. ഇത്ര സിമ്പിളാണ് എൻ്റെ ഒരു ക്വിക്ക് മേക്കപ്പ് ലുക്ക്. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് ഓയിലി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ക്രീം ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ഓയിലി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി, സ്കിന്നൊന്ന് സെറ്റാവാൻ വേണ്ടി ഞാൻ പൗഡർ ഇട്ട് കൊടുക്കുന്നു. സാധാ നോർമൽ ടാൽക്കം പൗഡറാണ് കേട്ടോ. അപ്പോൾ അതിട്ട് ഒന്ന് നമുക്ക് സെറ്റാക്കാം. എന്നിട്ട് കൊടുത്താൽ കഴുത്തിൽ ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു അൺഈവനായിട്ട് ഫീൽ ചെയ്യും. ഇത് ഇത്രയുള്ളൂ കേട്ടോ ഈ ഒരു ക്വിക്ക് മേക്കപ്പ് ലുക്ക് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരു ഫേസ് പെട്ടെന്നൊന്ന് ഫ്രഷ് ലുക്ക് കിട്ടാൻ വേണ്ടി ഇതാണ് ഞാൻ ഒരു പെട്ടെന്ന് നൈറ്റൊക്കെ പോകുമ്പോൾ ചെയ്യുന്ന പരിപാടി. ഇത് കഴിഞ്ഞിട്ട് ഒരു ലിപ് ടിൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അത് ബീട്രൂട്ടിൻ്റെ ഒരു ടിൻറ്റാണ് കേട്ടോ. അത് ഒരു പിങ്ക് കളർ കൊടുക്കും. ഇത് ശരിക്കും ചീക്ക് ആൻഡ് ലിപ്സാണ് കേട്ടോ. വേണമെങ്കിൽ ഇവിടെ കുറച്ച് കൊടുക്കാം. ഇത്ര സിമ്പിളാണ് കേട്ടോ. ഒരു ചെറിയൊരു ഷെയ്ഡ് വരില്ലേ. ഇതൊക്കെ ഹെർബൽ സാധനമാണ്, അതുകൊണ്ട് ഒരിക്കലും ഒരു കെമിക്കലൊന്നും അല്ല, നമ്മുടെ സ്കിന്നിനെ ഇറിറ്റേറ്റ് ആക്കില്ല ഇതൊരിക്കലും.
അപ്പം അത്രയേ ഉള്ളൂ. ഞാൻ കൺമഷിയൊക്കെ ആൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഐ മേക്കപ്പ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. പിന്നെ നൈറ്റ് ആയതുകൊണ്ട് ഞാൻ അവോയ്ഡ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഞാൻ അപ്പം ടിൻറ്റ് ചെറുതായിട്ട് ഇട്ട് കൊടുത്തു. ഇനി ഇപ്പം ടിൻറ്റ് ഇട്ട് കൊടുത്തത് ഒരു ലിപ് ബാമായിട്ടാണ്, ബേസ് ആയിട്ടാണ്. അപ്പോൾ ഇത് ഒരു ന്യൂഡ് ഷെയ്ഡ്, ഇത് ലാക്മേൻ്റെ ആണ്. ഷെയ്ഡ് കോഡ് MP8 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡ്. ഇത് പിന്നെ മെബിലിൻ്റെ ഒരു മൈ കറണ്ട് ഫേവറേറ്റ് ലിപ്സ്റ്റിക്കാണ്. ഇത് അതേപോലെ നല്ല രസമാണ് ഇത് കാണാൻ, ഭയങ്കര ഒരു ഡാർക്ക് ലുക്ക്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ഇനി ഒന്ന് ഫുൾ എന്താ ഹെയർ സെറ്റ് ചെയ്തിട്ടൊക്കെ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. ഒരു സിമ്പിൾ ഗെറ്റ് റെഡി വിത്ത് മീ വ്ളോഗായിരുന്നു. അപ്പം ഞാനിത് ജസ്റ്റ് ഇറങ്ങാൻ പോവാണ്. അതെ, എൻ്റെ ഫേവറേറ്റ് ഒരു പെർഫ്യൂം കൂടി അടിച്ചിട്ട് നല്ല രീതിയിൽ ഇറങ്ങാമെന്ന് വെച്ചു. ഓക്കെ, അപ്പോൾ കാണാം. യെസ്, അപ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.